ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു വീട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഷോർട്സൊക്കെ കാണുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ നെല്ലിക്ക കറുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ വീടാണ് കേട്ടോ അത്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ ആ ഒരു നെല്ലിക്കയുടെ മരം ഉള്ളത്. അപ്പോൾ നമ്മളവിടെ നെല്ലിക്ക എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നു. അപ്പോൾ അവർ അച്ചാർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ചാർ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ നമ്മൾ. അപ്പോൾ അവരുടെ മകളുണ്ടായിരുന്നു. അപ്പോൾ പൂനെക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പോയി, എഞ്ചിനീയറിങ്ങിന് പഠിക്കുകയാണെന്ന് പറഞ്ഞാൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അവരെ കാണാനൊന്നും പറ്റിയില്ല. ഞാൻ ഫസ്റ്റ് തവണ ഒരുപാട് സംസാരിച്ചിട്ടുണ്ടാകും. സെക്കൻഡ് തവണ പോയ സമയത്ത് ഒന്നും കൂടി കുറേ സംസാരിക്കണമെന്നുണ്ടായിരുന്നു. ഒന്നും കൂടി നമ്മുടെയൊക്കെ നാട്ടിലുള്ള കുട്ടികളുടെയൊക്കെ കൂടെ പഠിച്ചതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്കും സംസാരിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടാകുന്നത് ഇതാ അവരെ തന്നെ എടുത്ത് തന്നെയാണ് കേട്ടോ. ജൗവരി അല്ല, സോറി, മറ്റേ ബാജിരി ഒഴിയുന്ന സ്ഥലത്ത് കേട്ടോ നമ്മൾ പിന്നെ പോയത്. ബാജിരി ഉണ്ടാക്കുന്നത് അതൊക്കെ മൊത്തം ബാജിരിയാണ് കേട്ടോ. ഒക്കെ ചെരിഞ്ഞ് വീണിട്ടുണ്ട്. കാരണം അതൊക്കെ കൊയ്യാണ് കേട്ടോ. നമ്മൾ നെല്ലൊക്കെ കൊയ്യാന്ന് പറയണ മാതിരി സമൂത്ത സമയത്ത് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ ജൗവരി. ഇതാ ഒരുപാട് പണിക്കാരുണ്ടായിരുന്നു അവിടെ. ഇതൊരു ദിവസമായിട്ട് എടുത്ത വീഡിയോ അല്ല കേട്ടോ, 2-3 വട്ടമായിട്ട് നമ്മൾ എടുത്ത വീഡിയോസിനെ ഒന്നാക്കിയിട്ട് യോജിപ്പിച്ചായിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കണേ. ഇതാ അപ്പോൾ ഈ ഒരു ചേച്ചി ഉണ്ടല്ലോ, അവരെ കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ സ്കൂളൊക്കെ ഇല്ലാത്ത ദിവസമായത് കാരണം അവരുടെയൊക്കെ കുട്ടി ഉണ്ടായിരുന്നു. അപ്പം മോനും അച്ഛനോടൊക്കെ കുറേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഒരുപാട് ആൾക്കാർക്ക് വീഡിയോ എടുക്കുന്നത് പ്രശ്നമല്ല എന്ന് പറഞ്ഞു. കുറേ ആൾക്കാർക്ക് ഭയങ്കര മടിയുള്ളവരായിരുന്നു കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ. നമ്മളിത് യൂട്യൂബിലൊക്കെ ഇടും, ഒരുപാട് ആൾക്കാർ കാണുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ചിലവരൊക്കെ പറഞ്ഞു എടുത്തോ എന്ന് പറഞ്ഞു. ചിലർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുമല്ലോ വീഡിയോയുടെ മുന്നിൽ വരാനും ഫോട്ടോ എടുക്കാനൊക്കെ. അതുപോലെ ഇഷ്ടപ്പെടുന്ന ആളുകളും ഉണ്ടായിരുന്നു. ചിലവർ മടിയായിട്ട് എടുക്കണ്ടെന്ന് പറഞ്ഞവരുണ്ടായിരുന്നു കേട്ടോ. അതാ കണ്ടോ, നല്ല മൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ അതിൻ്റെ ഇതിങ്ങനെ വേറെ എടുത്താൽ കുഞ്ഞിയേ മണികളായിരിക്കും കേട്ടോ. അത് നമുക്ക് ചമക്കുമ്പോൾ എന്തിൻ്റെ ടേസ്റ്റാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനറിയില്ല. ഒരു വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു ചൊയയാണ് കേട്ടോ ഇതിൻ്റെ റൊട്ടി ഉണ്ടാക്കുന്നത്. ഞാൻ ഷോർട്സ് ആയിട്ട് ചെയ്യാം. ഞാനിത് കുറച്ച് മേടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. കടയിൽ നിന്ന് മച്ചൂനും മോനൂനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഹെൽത്തിയാണെന്നാണ് ഇത് പറയുന്നവർ. അപ്പോൾ അത് കുറച്ച് മേടിക്കണം എന്ന് വിചാരിക്കുന്നത്. ഇത് വല്ലാണ്ട് അധികം കുഴക്കാതെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കുക. പച്ചവെള്ളത്തിൽ കുഴച്ചിട്ട് നമ്മൾ എണ്ണയ്ക്ക് പകരം പച്ചവെള്ളം അങ്ങനെ തേച്ചിട്ടാണ് കേട്ടോ ഇത് ഇതാക്കുക. അപ്പോൾ ഞാനിത് അവിടെ ചെന്ന സമയത്ത് ഇതാ ഫുള്ള് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അവർ വണ്ടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ഇത് കൊഴിയാൻ മീൻസ് മെഷീനിൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ ആ മെഷീനിൽ നിന്ന് ഇതിൻ്റെ ഈ കുഞ്ഞിയ മണികളുണ്ടല്ലോ, ഇതിൻ്റെ എന്താ പറയുക, അതിന് നെല്ല് കിട്ടണ മാതിരി ഇതിൻ്റെ ഈ ജിരി വേറെ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എന്നോട് അവിടുന്ന് ഞാൻ നോക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തരികയെന്ന് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോയിട്ട് ഉണ്ടാക്കിക്കോളൂ, ഇത് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ എനിക്കിത് എന്തോ കണ്ട പോലെ ആയിരുന്നു. ഞാനത് വേണ്ടാന്ന് പറഞ്ഞിട്ടോ. നമ്മൾ തിന്നുന്ന ഒരു സാധനം നമ്മൾ കൊണ്ടുപോയി വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നമ്മളത് തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കത് മെഷീനൊന്നുമില്ല, നമുക്കത് വേറെ എടുത്തെടുക്കാൻ. എന്താ പിന്നെ ഈ ഒരാളുടേതായിരുന്നു കേട്ടോ ആ ഒരു ബാജിരിയുടെ തോട്ടം. അപ്പോൾ അവരെന്നെ പറഞ്ഞു എനിക്ക് ചോളോനുണ്ട്, അപ്പോൾ നിങ്ങൾ ബാജിരി കഴിക്കാത്തതല്ലേ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വായോ അങ്ങക്ക് ഞാൻ ചോളോന് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവരുടെ കൂടെ പോയിട്ടോ. അപ്പോൾ അവരെ തന്നെയാണ് കേട്ടോ ഈ ഒരു തോട്ടം. ഈ ഒരു തോട്ടത്തിൽ നമ്മുടെ ഇതാണ് കാപ്പൂസ് കേട്ടോ. കാപ്പൂസിൻ്റെ വീഡിയോ ഞാൻ ചെറിയ തൈകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാപ്പൂസ് എന്ന് പറയുന്നത് നമ്മുടെ കോട്ടൻ്റെ ഇതാണ് കേട്ടോ. കോട്ടൻ്റെ പഞ്ഞി ഇതാ ഒരു ഉണ്ട പോലെ ഒരു കായ കണ്ടില്ലേ, ആ കായ പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പഞ്ഞി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ നല്ല മൂത്തിട്ടുണ്ട്. ഇപ്പോൾ പണിക്കാരൊക്കെ ഏതാനും 1 മാസത്തിൻ്റെ ഉള്ളിലൊക്കെ അത് ഇറങ്ങും ഇത് പൊട്ടിക്കാനെന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞ്. അപ്പോൾ നമ്മൾ ഇയാളുടെ ചോളത്തോട്ടത്തേക്ക് കയറി ചെല്ലണതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഫുള്ള് ഈ ഒരു മരങ്ങളാണ് കേട്ടോ. ഇതിൻ്റെ ഈ ചെറിയ ഗ്യാപ്പിലൂടെ വേണം നമുക്ക് അടുത്ത കണ്ടത്തേക്ക് പോകാൻ, അതായത് ചോളോൻ്റെ കണ്ടത്തേക്ക് പോകാൻ കേട്ടോ. ചോളോനൊന്നും അയാൾ പറഞ്ഞത് ഇപ്പോൾ വിൽക്കാനൊന്നും അയാൾക്ക് കിട്ടിയിട്ടില്ല, മൊത്തം മൃഗങ്ങൾ വന്നിട്ട് നശിപ്പിച്ച് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നാലും നിങ്ങൾക്ക് കഴിക്കാനുള്ളതൊക്കെ ഉണ്ട് അവിടെ എന്ന് പറഞ്ഞു. നല്ല മൂത്തത ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അവരുടെ മൂത്തത് എന്ന് പറയുന്നത് നമ്മുടെ സ്വീറ്റ് കോണാണ് അവരുടെ മൂത്ത കോൺ എന്ന് പറയുന്നത്. നമുക്കെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല കട്ടയായിട്ട് നമുക്ക് ചമച്ച് കഴിക്കണതാണല്ലോ. അവരിത് കേടുവന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു എത്രത്തോളം അറക്കാൻ പറ്റുമോ അത്രത്തോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ നിങ്ങളറിയാം മൊത്തം ചപ്പലായിട്ടാണ് കിടക്കുന്നത്. നമ്മളവിടെയൊക്കെ ഇപ്പോൾ അറിയുന്നുണ്ടാവും പാടവും കൃഷിയൊക്കെ ഉള്ള ആളുകൾക്ക് പന്നിയൊക്കെ വന്നിട്ട് നിരപ്പാക്കിയിട്ടുണ്ടാവും. അതുപോലെ നാശമാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു തൊടി. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ മണ്ണിലൊക്കെ ചവിട്ടിയിട്ടൊക്കെ പൂന്തി പോയിട്ടുണ്ട്. അന്ന് എനിക്ക് കിട്ടുന്നതൊക്കെ ഞാനും കുറച്ച് പെറുക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് കുറേ സ്ഥലങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് അടുത്തേക്ക് പോയി. ഒരു സ്ഥലത്തുണ്ട്, പിന്നെ അവിടുന്ന് കുറച്ച് അപ്പുറത്തേക്ക് പോയി അവിടെ ഉണ്ട്. അപ്പോൾ കുറേ തിരഞ്ഞിട്ട് പറഞ്ഞു പോകാൻ വരട്ടെ, ഞാൻ നോക്കി നോക്കട്ടെ, നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. കാരണം ഞാൻ ഒരു കവറോ ഒന്നും കയ്യിലുണ്ടായിരുന്നില്ല. നമ്മളിത് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞതായിരുന്നു. കാരണം ഇത്രയും നല്ലൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടേ ഇല്ല സത്യം പറഞ്ഞാൽ. നമ്മുടെ അവിടെയൊന്നും ഇത്രയൊന്നും
ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടിട്ടൊന്നും ഒരാൾ കൊണ്ടുവന്ന് തരുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അയാൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തരണം എന്നുള്ള സത്യസന്ധമായ ഉദ്ദേശത്തോടെ അയാൾ തിരഞ്ഞു നടന്നിട്ട് കൊണ്ടുവന്ന് തരുമെന്ന് നമുക്ക് കണ്ടോ. ഇതൊക്കെ ഇപ്പോൾ അയാൾ തൊലിച്ചിട്ടാട്ടോ കൊണ്ടുവന്ന് തരുന്നത്. കാരണം നമുക്കത് തൊലിച്ച് ക്ലീൻ ആക്കേണ്ട ആവശ്യം കൂടിയില്ല. അയാൾ വേറെ ഇതിങ്ങനെ കൊണ്ടുപോയിട്ട് നിങ്ങൾ വെച്ച് കഴിച്ചോ എന്ന് പറഞ്ഞ് ഫുള്ള് തൊലിച്ച് ക്ലീൻ ആക്കി തരുന്നു കേട്ടോ. ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരു സംസാരപ്രിയനാണ് കേട്ടോ ആൾ. ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളെ നാട്ടിലെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മച്ചുവിനോട് കുറേ സംസാരിച്ചു. എനിക്ക് സത്യം പറഞ്ഞാൽ പുറത്തുനിന്നൊക്കെ ഇങ്ങനെ ഒരാളോട് ഞാൻ പെട്ടെന്ന് സംസാരിച്ച് ഇതാവും കേട്ടോ. കാരണം നന്നായിട്ട് സംസാരിക്കും ഞാൻ. അപ്പോൾ അവരോട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരുപാട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ പുറത്തുനിന്നൊക്കെ ആളുകൾ വരും, അവർക്ക് നമ്മളോടൊരു പേടിയായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ നമ്മളോട് ചോദിച്ചു, നമ്മളൊന്നും ഒന്നിക്കും പോകാത്ത ആളുകളാണ്, ഈ കൃഷി ഇങ്ങനെയൊക്കെ ആയിട്ട് ജീവിക്കുകയാണ്, നിങ്ങൾ ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ചാൽ നമ്മുടെ നമ്പറും ഒക്കെ മേടിച്ചു കേട്ടോ. ഇനിയും വരണം എന്നൊക്കെ പറഞ്ഞു നമ്മളോട്. പിന്നെ അവരുടെ തന്നെ തൊടുന്ന് നമുക്ക് വഴുതനങ്ങ ഉണ്ടായിരുന്നു, അതും തന്നു കേട്ടോ. കവറില്ലാന്ന് പറഞ്ഞിട്ട് കേൾക്കാണ്ട് എന്നോട് ഷാളിൽ കെട്ടി കൊണ്ടുപോയിക്കോന്നോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇത്രയും ഒരാൾ തരാൻ, ഇത്രയും മനസ്സുള്ള ഒരാൾ ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ. നമ്മളിപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഇവിടുന്ന് പോയിട്ടുണ്ട് കേട്ടോ. എല്ലാ സ്ഥലത്തും നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് സാധനങ്ങൾ അവർ തരും കേട്ടോ. അവർക്കൊരു പ്രത്യേക ഇതാണ് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കൊടുക്കുക എന്ന് പറയുമ്പോൾ. സത്യം പറഞ്ഞാൽ അതൊക്കെ നമ്മൾ കണ്ട് പഠിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. കാരണം ഒരാൾക്കൊരു സംഭവം നമ്മൾ കൊടുക്കുക, ഷെയർ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇതാണ്. നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾക്ക് പോയപ്പോൾ കൃഷി ആയിക്കോട്ടെ, ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, ഏത് സ്ഥലം ആയിക്കോട്ടെ, നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് എന്തായാലും അവിടെ വെറും കൈയോടെ അവർ നമ്മളെ തിരിച്ചു വിടില്ല, നമുക്ക് എന്തെങ്കിലും തരും. പിന്നെ നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് അവിടെ മിഷീൻ വന്നിട്ടുണ്ടാകും. ഇതാണ് കേട്ടോ ഈ മിഷീൻ. ഈ മിഷീൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഈ ഒരു ബാജിരിയുടെ ഈ ഒരു സംഭവത്തോടെ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും തെറിച്ച് പുറത്തേക്കൊക്കെ വന്നിട്ട് നല്ല പുറത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത് എന്നാലും അത് ഇതാക്കിയിട്ട് അതിൻ്റെ ചൊവ്വരി ഇതാ ഈ ഒരു ഭാഗത്തു നിന്നാണ് കേട്ടോ പുറത്ത്. ചൊവ്വരിയല്ല, പിന്നെയും തെറ്റിപ്പോയി, ചൊവ്വരി അല്ല ബാജിരിയാണ് കേട്ടോ. ബാജിരി ഇതാ ഈ ഒരു ഇത് കൂടെ തന്നെ പുറത്ത് വരും കേട്ടോ. പിന്നെ അതിൻ്റെ ആളുകൾ പാത്രം ഇങ്ങനെ മാറ്റി കൊടുക്കുന്നുണ്ട്. ഒരാളിപ്പോൾ അതിനായിട്ട് നിൽക്കുന്നുണ്ട്, മറ്റാൾക്കാർ ഈ സംഭവം കൊണ്ടുപോയി ഇട്ട് കൊടുക്കാൻ നിൽക്കുന്നുണ്ട്, ഒരാൾ ആ മെഷീനിക്ക് ഇടാൻ നിൽക്കുന്നുണ്ട്. ഒരുപാട് പണിക്കാരുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെന്ന സമയത്ത് ഇപ്പോൾ അത് കൊയ്യുന്ന സമയത്ത് അതിൻ്റെ ഓണറൊക്കെ വന്നിട്ടുണ്ടാണ്. പിന്നെ ഈ ഒരു ഇമ്മി ആണ് കേട്ടോ നമ്മൾ ആ തണ്ട് മൊത്തത്തിലിടുന്നതിൽ അതിനെ ബാജിരി കിട്ടിയിട്ട് ബാക്കിയുള്ള പൊടിയാണ് കേട്ടോ ഇത് പോണത് പൊടിയായിട്ട്. അപ്പോൾ ഇത് നമ്മുടെ നെല്ലിൻ്റെയൊക്കെ കൊയ്ത് കഴിഞ്ഞാൽ പൊടിയൊക്കെ ആയ ആൾക്കാർക്ക് അറിയുന്നതാണ്. ചിലർക്ക് അലർജി ഉണ്ടാവും, എനിക്ക് അലർജി ഉണ്ട് കേട്ടോ. അതുപോലെ മേത്ത് മുറി ഇതൊക്കെ വരിക പോലെ പറഞ്ഞു, മുറിയും ചൊറിയൊക്കെ വരും, അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. ഇതാണ് ഇപ്പോൾ ഇതാ അവിടെ കിട്ടിയതാണ് കേട്ടോ. അത് അങ്ങനെ ഒരുപാടായിട്ട് അവർ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഓണർ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അടുത്ത്. അപ്പോൾ നമ്മൾ ആളുകളുടെ വീഡിയോ ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല. സംഭവം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഇത് പൊടിച്ചിട്ട് നമ്മൾ റൊട്ടി ഉണ്ടാക്കും കേട്ടോ. പച്ചവെള്ളത്തിൽ കുഴച്ചിട്ട് നമ്മൾ എണ്ണയൊന്നും തേക്കില്ല, അത് പച്ചവെള്ളത്തിൽ തന്നെ കൈ കൊണ്ട് ഇങ്ങനെ നനച്ചിട്ട് ഉണ്ടാക്കുക. ഞാനിത് മേടിച്ച് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ എത്ര ചാറ് പറഞ്ഞാലൊന്നും കാണില്ല കേട്ടോ. കറിയൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ അടുത്തുനിന്ന് ആളുകളൊക്കെ നമുക്ക് തരാറുണ്ട് കേട്ടോ. ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തോന്നുന്നത് ഈ ആ പിന്നീന്ന് പുറത്ത് വരുന്നത് ഇതൊക്കെ ഇനി എങ്ങനെ പെറുക്കിയെടുക്കാമെന്നായിരുന്നു കേട്ടോ. കാരണം എനിക്ക് അങ്ങനെയൊക്കെ പല ഡൗട്ടും വരും കേട്ടോ. ഓരോന്ന് കാണുമ്പോൾ അതിന് അങ്ങേപ്പുറമുള്ളതാവും ഞാൻ ചിന്തിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട, കൂടെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിൽ വരും കേട്ടോ. അപ്പോൾ ഇതിൽ നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.